പ്രതിസ്ഥാനത്ത് ആരെയാണ് കാണുന്നത് മനസ്സിൽ? സംശയമില്ലാത്ത കാര്യമല്ലേ പത്മനാഭൻ സാറിന്. അപ്പം നമ്മൾ ഒരു സിനിമയെ കാണുമ്പം, ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞ് സാറിന് മോശം ഉണ്ടാവില്ല എന്നാണ്. സാറിൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞിട്ട് സാറിന് നാണക്കേടുണ്ടാകുന്ന തരത്തിൽ ഒരു സിനിമ അല്ല. ഞാനങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാറില്ല. ഗുരുവിന് ദോഷം ഉണ്ടാകാൻ പാടില്ല. ഇത്രയും പത്മരാജനെ പോലെ ഒരു മനുഷ്യൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊരാൾ പറയാൻ പാടില്ല എന്നുള്ളത്. സാറിന് ഒരു മോശം പേരുണ്ടാകരുതെന്നാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന എൻ്റെ കാഴ്ചയെന്ന് പറയുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്തിട്ടുള്ളതും ഞാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള മാനസിക ബന്ധങ്ങൾ വലിയതാണ്. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴല്ലേ ഞാൻ പുള്ളിയോടോട് ചെല്ലുന്നത്. 23 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ ചെല്ലുന്നത്. അതിനു മുമ്പ് ഞാനും സാറും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്, അപ്പം നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന സമയമായതുകൊണ്ട് ഇതായുടെ വരെയും വാടകയ്ക്കൊരു ഹൃദയോ നക്ഷത്രങ്ങളെ കാവലോ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ കാലത്ത്. പിന്നീട് നമ്മൾ പെരുവഴിയമ്പലം, ഒരിടത്തൊരു ഫയൽമാൻ, ഇങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള, പിന്നെ അതിനു മുമ്പ് തകര മറ്റ് ഉള്ള എഴുത്തുകൾ. അപ്പം കൂടവിടെ എന്നൊരു സിനിമയ്ക്ക് ശേഷം, അപ്പോൾ കൂടവിടെ വളരെ കൊമേഴ്സ്യലി ഭയങ്കര ഹിറ്റായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ രീതികളിൽ നിന്ന് കുറച്ചും കൂടെ കൊമേഴ്സ്യൽ ട്രാക്കിലൂടെ വന്നു ഒരു സിനിമയുടെയാണ്. അപ്പോൾ അന്നത്തെ കുറോസാവയം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ബാല്യത്തിന് അത് അത്ര സമ്മതിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ കൈകൈ എന്നൊരു സിനിമ IV ശശിക്ക് വേണ്ടി അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമ കാണാൻ ചാനശ്ശേരി അപ്സര തിയേറ്ററിലേക്ക് പോകുന്ന സമയത്താണ് ചാനശ്ശേരി ബസ് സ്റ്റാൻഡിൽ വലിയൊരു പെട്ടിയൊക്കെ ആയിട്ട് അദ്ദേഹം നിൽക്കുന്നു. അപ്പം ഞങ്ങൾ 1-2 ചെറുപ്പക്കാർ ചെന്ന് അദ്ദേഹത്തിനെ ഭയങ്കരമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ നിങ്ങളെപ്പോലെ ഒരു ഫിലിം മേക്കറൊക്കെ ഇങ്ങനെ നമ്മുടെയൊക്കെ ഇങ്ങനെ ആ സമയത്തെ ഒരു ബുദ്ധിജീവി ജാടയിലുള്ള കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട്, പിന്നീടാണ് 86 ഞാൻ സാറിൻ്റെ കൂടെ ചെയ്യുന്നത്. ആ സമയത്ത് ഉടനെ അല്ലെങ്കിലും കുറച്ച് പഴക്കം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് ഞാനിങ്ങനെ ചാനശ്ശേരി വെച്ച് സാറിനെ കണ്ട് കുറേ ചീത്ത വിളിച്ചു. അത് നീ ആയിരുന്നു എന്ന് ചോദിച്ചു. എന്നാൽ പുള്ളിക്ക് അത് ഓർത്തിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു സീരിയസ് ഫിലിം മേക്കറിൽ നിന്ന് ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്കുള്ളൊരു മാറ്റത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഒരുപാട് നമുക്ക് ഈ എന്താ പറയുക, വായിക്കാൻ പറ്റുന്നുള്ള ആ സമയത്ത് വായിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 7 സിനിമ, എനിക്കൊന്നും അത്രയും ആരുടെ കൂടെ ചെയ്തിട്ടില്ലെന്ന്, 7 സിനിമ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും എനിക്ക് ഒരിടത്തൊരു ഫയൽമാനാണ് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ കൂടെ ഞാൻ വർക്ക് ചെയ്തത് നമുക്ക് ഓർക്കാൻ മുന്തിരിത്തോപ്പുകൾ, നൊമ്പരത്തിപ്പൂവ്, മൂന്നാം പക്കം, അപരൻ, തൂവാനത്തുമ്പികൾ, സീസൺ, ഇന്നലെ, അങ്ങനെ 7 സിനിമയാണ്.